മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ എം.ടിക്ക് ഇന്ന് 91ാം പിറന്നാൾ. എം.ടിയിലെ സാഹിത്യ ഭാവനകളെ രൂപപ്പെടുത്തിയത് കൂടല്ലൂർ എന്ന ഗ്രാമമാണ്. എം.ടിയുടെ കൂടല്ലൂരിലേക്കുള്ള തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗ്രാമവും പ്രിയപ്പെട്ട നാട്ടുകാരും. സാഹിത്യവും സംസ്കൃതിയും ഒരുമിച്ചൊഴുകുന്ന നിള പരിസരമാണ് എം.ടിയുടെ കഥാപ്രപഞ്ചം. കൂടല്ലൂരാണ് അതിൻ്റെ പ്രധാന ഇടം. കൊടിക്കുന്നത്ത് കാവിലമ്മയാണ് പ്രധാന ആരാധനാ കേന്ദ്രം. ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ കൊടിക്കുന്നത്ത് കാവിലമ്മയുണ്ട് എന്നതാണ് എം.ടിയുടെ പഴയ പ്രസംഗ വരികളിലൊന്ന്. കൂടല്ലൂരിൻ്റെ പരിസരങ്ങളാണ് എം.ടിയുടെ സാഹിത്യ ഭാവനകൾ നിറമേകിയതെന്ന് സഹോദരൻ എം.ടി രവീന്ദ്രൻ പറയുന്നു. എം.ടി ചെറുപ്പകാലം മുതൽ ഈ എഴുതിയ കഥകളൊക്കെ തന്നെ ഈ കൂടല്ലൂരിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് ആദ്യകാലത്ത്. പിന്നെ വളരെ ചെറുപ്പകാലം മുതലേ മൂപ്പർക്ക് ജന്മവാസന മാതിരി സർഗാത്മകത കയ്യിലുണ്ട്. അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മൂപ്പരുടെ രക്തംപുരന്റെ മൺതരികൾ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. വിക്ടോറിയ കോളേജിൽ BSc പഠിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പാടെ അന്ന് ജയകേരളത്തിലും മറ്റൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പരുടെ ജീവിതത്തിന്റെ കൂടല്ലൂർ പശ്ചാത്തലത്തിലാണ് മൂപ്പരുടെ എല്ലാ കഥകളും. നോവലിന്റെ അസുരവിത്ത്, കാലം ഒക്കെ കൂടല്ലൂരിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. നാലുകെട്ട്. ഇപ്പൊ നാലുകെട്ട് വാസ്തവത്തില് അവിടെ ഞങ്ങള് താമസിച്ചിരുന്ന നാലുകെട്ടില്ല. നിളയുടെ ഓളങ്ങളെ കണ്ട് കഥയെഴുതണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് നിലയോരത്ത് അശ്വതി ഭവനം ഒരുക്കുന്നത്. കൂടല്ലൂരിലേക്കുള്ള തിരിച്ചുപോക്ക് തനിക്കേറെ പ്രിയപ്പെട്ടതാണെന്ന് എം.ടി പലപ്പോഴും പറയാറുണ്ട്. നിള മെലിഞ്ഞു. നാലുകെട്ടിലെ യൂസഫ് മരിച്ചു. അങ്ങനെ കൂടല്ലൂരിന്റെ സ്വന്തം ബാസു വരച്ചിട്ട പലതും ഇന്നില്ല. എങ്കിലും ഈ ഗ്രാമം എം.ടി എന്ന മഹാനുഭാവനോട് എന്നും കടപ്പെട്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.